ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവവചനവുമായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവമാണ് ഇടയാക്കിയ ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഫാറോസ് മിനിസ്ട്രീസിന്റെ ഈ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെയും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചതായ ടോപ്പിക്ക് ന്യായവാദ ശാസ്ത്രം പുതിയ നിയമത്തിൽ എന്നുള്ളതാണ്. അതിൽ നമ്മൾ കണ്ടു ന്യായവാദ ശാസ്ത്ര ലേഖനങ്ങൾ തന്നെ നമ്മൾ കാണുവാനിടയായി തീർന്നു. പൗലോസിന്റെ ചില ലേഖനങ്ങൾ, പത്രോസിന്റെ ഒരു ലേഖനം, അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പത്രോസ് അല്ലെങ്കിൽ പൗലോസ് അനുവർത്തിച്ചതായ പഠന രീതിയും അപ്പോളജറ്റിക്സ് ആണ്. യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിച്ചത്, അല്ലെങ്കിൽ ആ രീതി, അത് തെളിയിക്കാൻ വേണ്ടി ഉപയോഗിച്ച രീതിയും ന്യായവാദ ശാസ്ത്രത്തിന്റെ മേഖലകളിൽ കൂടിയാണ് ഇവർ രണ്ടുപേരും, പ്രത്യേകിച്ച് പൗലോസ് കടന്നുപോയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം ആധുനിക സൃഷ്ടിവാദവും ന്യായവാദ ശാസ്ത്രവും എന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ എങ്ങനെയാണ് ആധുനിക സൃഷ്ടിവാദം അല്ലെങ്കിൽ ന്യായവാദ ശാസ്ത്രം, പരിണാമ സിദ്ധാന്തം എങ്ങനെ ഉണ്ടായി, അതിനുള്ള കാരണങ്ങൾ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇന്ന് നമ്മൾ പഠിക്കുകയും അതിന് എതിരെ, പരിണാമ സിദ്ധാന്തത്തിനെതിരെ ഉയർന്നതായ ന്യായവാദ ശാസ്ത്ര ശാഖകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ആധുനിക സൃഷ്ടിവാദവും ന്യായവാദ ശാസ്ത്രവും ചാപ്റ്റർ 4 നമ്മൾ ഇന്ന് എടുക്കാനായി ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ 5 നൂറ്റാണ്ടുകളിൽ ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രവും ഖനനശാസ്ത്രവും വളരെയധികം വികാസം പ്രാപിച്ചുവെങ്കിലും തുടർന്നു വന്ന 1000 വർഷക്കാലത്തോളം അവ ഏതാണ്ട് സുഷുപ്തിയിലായിരുന്നു. റോമൻ കാത്തോലിക്ക സഭയുടെ എഴുന്നേൽപ്പും ക്രിസ്തീയ ലോകത്തിൽ അവർ ആധിപത്യം സ്ഥാപിച്ചതും പ്രസ്തുത കാലയളവിലായിരുന്നു. നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടുകളിൽ വളരെ ശക്തമായി അപ്പോസ്തലന്മാരാൽ ദൈവവചനവും അല്ലെങ്കിൽ ന്യായവാദ ശാസ്ത്രവും അതുപോലെ തന്നെ ഖണ്ഡനശാസ്ത്രവും വളരെ ശക്തമായ രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ 3-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് 5-ാം നൂറ്റാണ്ട് വരേക്കും അതിന് ശോചനീയ അവസ്ഥയുണ്ടായി. കുറഞ്ഞു വരുവാൻ തീർന്നു. 5-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് ഇല്ലാതെയായി മാറുവാൻ തീർന്നു. റോമൻ കാത്തലിക് സഭയുടെ അവരുടെ ഏറ്റവും വലിയ ആധിപത്യം വളരെ അധികമായി ഉണ്ടായത് ഈ 5-ാം നൂറ്റാണ്ട് മുതലായിരുന്നു. പ്രകടിപ്പിച്ചവരോട് ന്യായവാദമോ വാദമോ നടത്തുന്നതിനേക്കാൾ അവരെ നശിപ്പിക്കുന്നത് എളുപ്പവും ഉത്തമവുമായി മാർഗമായി അന്ന് റോമൻ കത്തോലിക്ക സഭ കണ്ടു. ജീവനത്തിനായ ഭീഷണിയായ പ്രസ്തുത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അവരെ എതിർത്തുകൊണ്ടുള്ള പരസ്യമായ ശബ്ദം കേട്ടിരുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ബൈബിൾ വായിക്കുവാനോ ബൈബിൾ ഉപയോഗിക്കുവാനോ അനുവദിക്കാതെ ന്യായവാദമോ ഈവൻ വാദമോ നടത്തുന്നതിനെ അവർ അനുകൂലിക്കാതെ അവർ പറയുന്നതിനെ മാത്രം ഫോളോ ചെയ്യുവാനായിട്ട് അന്നുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ജീവിതത്തിന് ആകെ ഭീഷണിയായി പ്രസ്തുത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അവരെ എതിർത്തുകൊണ്ടുള്ള പരസ്യമായ ശബ്ദം കേട്ടിരുന്നില്ല. 4-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം വരെ മതലോകത്തിൽ അധികാരം നേടുവാനായി റോമൻ കാത്തലിക് സഭ കാട്ടിക്കൂട്ടിയ വിക്രികൾ ഇന്ന് അനേകരും അറിയുന്നില്ല. പഠിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യവുമാണ്. ഇവൻ ഇന്ന് റോമൻ കാത്തലിക് സഭ അത് അംഗീകരിക്കുകയും അന്നുണ്ടായിരുന്നതായ ആ സാഹചര്യത്തെ കുറിച്ച്
അവർ ക്ഷമാപണം വരെ നടത്തുന്ന സാഹചര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. സഭയുടെ സ്വച്ഛാധിപത്യം അവരെ പുറമേ കാണിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുകയുണ്ടായത്. ചിന്തകർ ആഗ്രഹിച്ചതുപോലെ നവീകരണം മൂലം കൈവന്ന സ്വാതന്ത്ര്യം സഭയ്ക്കെതിരായി ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ തന്നെ ആയിരുന്നു. അങ്ങനെയിരുന്ന റോമൻ കാത്തലിക് സഭയിൽ 15-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും നവീകരണം ഉണ്ടായി. ഈ നവീകരണം എന്ന് പറയുന്നത് ആ സഭയ്ക്കെതിരെ പറയുവാൻ, ചിന്തിക്കുവാൻ, അതിനെതിരെ ശബ്ദമുയർത്തുവാനുള്ള ഒരു സാഹചര്യമായി അവർക്കെതിരെ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ അവർക്കെതിരെ വരുവാനായി ഇടയാറ്റുന്നു. റോമൻ കാത്തലിക് സഭയുടെ സത്യസഭയുടെയും വ്യത്യാസങ്ങൾ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന യേശുക്രിസ്തു, രക്ഷ, ആദ്യായ വിഷയങ്ങളെ സംബന്ധിച്ച നിഷേധനം, ക്രിസ്തീയ വിരുദ്ധ ചിന്തകൾ, മാനുഷികത തത്വങ്ങൾ, വേദപുസ്തക വിരുദ്ധ പ്രസ്ഥാനങ്ങൾ എന്നിങ്ങനെയുള്ളവയ്ക്ക് വഴിതെളിച്ചു. ഇതാണ് പല രീതിയിൽ സഭയുടെ ഫേസ് തന്നെ മാറുവാൻ ഇടയായിട്ടുള്ളത്. റോമൻ കാത്തലിക് സഭയ്ക്ക് എതിരെ ഉണ്ടായ അല്ലെങ്കിൽ റോമൻ കാത്തലിക് സഭയിൽ ഉണ്ടായ നവീകരണം, ആ റിഫോർമേഷനിൽ വെച്ചിട്ട് അവർക്കെതിരെ അധികം ആൾക്കാർ പ്രതിഷേധിക്കുവാൻ അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദിക്കുവാൻ തുടങ്ങി. അത് ഒരു വർഷം വരെയും അത് പോസിറ്റീവ് ആയിരുന്നു എങ്കിൽ തന്നെയും അതിന്റെ അതർ സൈഡിൽ ഒരു നെഗറ്റീവ് വശം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് അംഗീകരിക്കുകയും ചെയ്യേണ്ടതാണ്. എന്താണ് ആ നെഗറ്റീവ് വശം? ആ നെഗറ്റീവ് വശത്തിന്റെ എന്താണ് അതിന്റെ ഉൽപ്പന്നമാണ് നമ്മുടെ ഈ സൃഷ്ടിവാദം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ സിദ്ധാന്തങ്ങൾ എന്ന് പറയും. 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ക്രിസ്തീയ വിരുദ്ധ ശക്തികളും പ്രസ്ഥാനങ്ങളും സാധാരണമായി തീർന്നു. അത് 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയും ഇങ്ങനെ എതിർക്കുവാനായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു ത്വര ക്രിസ്ത്യാനികളിൽ ഉണ്ടാകുവാൻ ഇടയായിട്ടുണ്ട്. വേദപുസ്തകത്തിനും ക്രിസ്ത്യാനിത്വത്തിനും എതിരെ അവയെല്ലാം ഒന്നിക്കുന്നതും കാരണമായി തീർന്നു. സൃഷ്ടിപ്പിനെ സംബന്ധിച്ച ആശയം അനേകരാൽ ഈവൻ വിദ്യാസമ്പന്നർ ഉൾപ്പെട്ടിരുന്ന അനേകരാൽ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ വേദപുസ്തകത്തിന്റെ ആധികാരികതയെ തള്ളിക്കളയുക സാധ്യമല്ലെന്ന് അവർക്ക് മനസ്സിലായി. ആ കാലഘട്ടത്തിൽ അവർ ഈ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുള്ള ആശയം പലരിലേക്കും എത്തുവാനിടയായി തീർന്നു. എന്നാൽ വേദപുസ്തകത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ ആശയം മുന്നോട്ട് കൊണ്ടുവരുവാൻ കഴിയാതെയും വന്നു. തന്മൂലം വേദപുസ്തകത്തെ ആകെ തള്ളിക്കളയുന്നതായിരിക്കും ഉത്തമം എന്ന് അവർ നിരൂപിച്ചു. ഇതാണ് സംഭവിച്ചത്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യഘട്ടമായപ്പോഴേക്കും ക്രിസ്ത്യാനിത്വത്തെ വെല്ലുവിളിക്കാനാകും എന്നൊരു ചിന്ത പൊതുവെ ജനഹൃദയങ്ങളിൽ അങ്കുരിച്ചു. ഇതിന് മുന്നമേ എന്താണ് ഉണ്ടായത്? 15-ാം നൂറ്റാണ്ട് മുന്നമേ ആരും ക്രിസ്ത്യാനിത്വത്തിനെതിരെ ശബ്ദിക്കുവാൻ, എതിർക്കുവാൻ, ഒരു ശബ്ദമുണ്ടാക്കുവാൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞ് റിഫോർമേഷൻ 15-ാം നൂറ്റാണ്ടുണ്ടായി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ അത് അത് പ്രൊട്ടസ്റ്റായി മാറി. അത് ഇവൻ എന്തായി തീർന്നു? ഇവൻ മധ്യകാല ക്രിസ്ത്യാനിത്വത്തെ വെല്ലുവിളിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് അത് മാറുവാൻ ഇടയായി തീർന്നു. പക്ഷേ അത് ചെയ്യേണ്ട നിർണായകമായ നടപടി അപ്പോഴും ദൃശ്യമണ്ഡലങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങൾ ആരും ദൃശ്യമണ്ഡലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനു വേണ്ടിയുള്ള നടപടികൾ എടുത്തില്ല. എന്നാൽ ആദർശമണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് അതിനുള്ള നടപടികൾ എടുത്തിരുന്നു. പരിണാമ സിദ്ധാന്തം അക്കാലത്ത് ഉണ്ടായിരുന്നതെങ്കിലും തത്വശാസ്ത്രപരമായ രീതിയിലായിരുന്നു അത് നിന്നത്. ഈ കാലഘട്ടത്തിലാണ് ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. റോമൻ കാത്തലിക് സഭ
ആരെയും ശബ്ദിക്കുവാനോ സംസാരിക്കാനോ ഉള്ള അനുവാദം കൊടുക്കാതിരുന്ന കാലഘട്ടം. അത് കഴിഞ്ഞ ശേഷം പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അവിടെ നിന്ന് അത് ഫ്രീഡമായി മാറി, അതിനെ എതിർക്കുന്നവരായി മാറി. അത് മാത്രവുമല്ല, വെല്ലുവിളിക്കുന്ന ലെവലിലേക്ക് ആൾക്കാർ വരുവാനിടയായി തീർന്നു. ഈ കാലഘട്ടത്തിൽ പല സിദ്ധാന്തങ്ങളുണ്ടായി. അതിലൊരു സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ആ കാലത്ത് ഉണ്ടായിരുന്നത് ഒരു തത്വശാസ്ത്രപരമായ രീതിയിലായിരുന്നു അത് പ്രസന്റ് ചെയ്യപ്പെട്ടത്. ഒരു സ്റ്റഡി ആയിട്ട്, അതൊരു ഫിലോസഫി ആയിട്ടാണ് അന്ന് പ്രസന്റ് ചെയ്യപ്പെട്ടത്. ശരിയായ ഒരു ശാസ്ത്രീയ അടിത്തറ ഇല്ലാതെ ഏറ്റവും നല്ലതായ തത്വശാസ്ത്ര നിയമനങ്ങൾക്ക് പോലും നിലനിൽക്കുവാൻ സാധ്യമല്ല. ഈ സന്ദർഭത്തിലാണ് ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണമെങ്കിൽ ശാസ്ത്രീയമായ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ചുമ്മാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണമെന്നില്ല. ഈ സമയത്താണ് നമ്മുടെ ചാൾസ് ഡാർവിന്റെ ഉദയം ഉണ്ടാകുന്നത്. ചാൾസ് ഡാർവിൻ വന്നിട്ട് പരിണാമത്തെ സിദ്ധാന്തത്തെ കുറിച്ചുള്ള ഒരു പഠനം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സിദ്ധാന്തം തന്നെ എഴുതി ഉണ്ടാക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ശാസ്ത്രീയമായ രൂപത്തിൽ ഒരു നിഗമനത്തെ കൊണ്ടുവരുവാൻ ആദ്യമായി ഒരു വ്യക്തിക്ക് സാധിച്ചു. അവിടെയാണ് ഈ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉത്ഭവം ഉണ്ടായത്. അതുവരെ ഒരു ചിന്തയായിട്ട്, ഒരു ഫിലോസഫി ആയിട്ട് മനുഷ്യർ പറഞ്ഞു നടന്നത് തത്വചിന്തയായിട്ട് മാത്രമേ അന്ന് ഒരു പരിണാമ സിദ്ധാന്തം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചാൾസ് ഡാർവിൻ വന്നതോടുകൂടി അതൊരു സിദ്ധാന്തമായി, ഒരു ശാസ്ത്രീയമായ രീതിയിലേക്ക്, ശാസ്ത്രീയമായി എത്രമാത്രം അതിന് ബേസ് ഉണ്ട് എന്നുള്ളത് ആർഗ്യൂ ചെയ്യപ്പെടേണ്ടതാണ്. എങ്കിലും ആ ഒരു ലെവലിലേക്ക് അത് കൊണ്ടുവരുവാൻ ഇടയാക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടു കൂടി കാര്യങ്ങൾക്ക് വേഗത്തിൽ വ്യതിയാനം സംഭവിക്കുകയും പരിണാമ സിദ്ധാന്തത്തിന് ദൈവശാസ്ത്രത്തെ പോലെ അതിന്റെ സ്വാധീന വലയത്തിലാക്കാൻ കഴിയുകയും ചെയ്തു. ഇതാണ് ഒരു പ്രത്യേകത. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോട് ആയപ്പോഴേക്കും ഈ പരിണാമ സിദ്ധാന്തത്തെ ഒരു ബിബ്ലിക്കൽ ബേസുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുവാൻ ഇടയായിരുന്നു. ജർമ്മൻ കലാലയങ്ങളിൽ നിന്ന് ദൈവശാസ്ത്ര ബിരുദം സമ്പാദിച്ചുകൊണ്ടുള്ള നാസ്തികന്മാരുടെ എഴുന്നേൽപ്പും ഈ കാലയളവിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ജർമ്മൻ എന്ന് പറയുന്നത് അന്ന് ക്രിസ്ത്യൻ സമൂഹം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. അവിടെയാണ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. ഇന്നും അവിടെയാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസ് ഉള്ളത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ലിബറൽ ആയിട്ടുള്ള ചിന്ത മൊത്തത്തിൽ അവർ പഠിപ്പിക്കും. അവരൊരു ബൈബിളിനെ മാത്രം ബേസ് അല്ല, ക്രിസ്ത്യാനിത്വത്തെ പഠിപ്പിക്കുമ്പോൾ അവർ ഒരു വാസ്റ്റ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ ജർമ്മൻ കലാലയങ്ങളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ കലാലയങ്ങളിൽ പഠിക്കുന്നവർ, പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ കുറിച്ച് അധികം പഠിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവമില്ല എന്ന് വാദിക്കുന്ന നാസ്തികന്മാരായി മാറും എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ ഉള്ളൊരു കാര്യമാണ്. എന്നാൽ അത് സംഭവിച്ചത് ഈ ജർമ്മൻ എന്ന് പറയുന്ന ജർമ്മനിയിലെ സെമിനാരികളിൽ സംഭവിച്ച കാര്യങ്ങൾ കൂടിയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവിടെ ജർമ്മൻ കലാലയങ്ങളിൽ നിന്ന് ദൈവശാസ്ത്ര ബിരുദം സമ്പാദിച്ചുകൊണ്ടുള്ള നാസ്തികന്മാരുടെ എഴുന്നേൽപ്പും ഈ കാലയളവിൽ തന്നെയായിരുന്നു. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ചില പരിണാമവാദികൾക്ക് ചില ദൈവശാസ്ത്രന്മാരെ സ്വാധീനിക്കുവാനും പരിണാമവാദത്തെ ഒരു വസ്തുതയായി അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനും സാധിച്ചു. ഇതാണ് സംഭവിച്ചത്. എന്താണ്? കുറെ തിയോളജിയൻസ് ഉണ്ടായി, പരിണാമ സിദ്ധാന്തമുണ്ട്. ഈ പരിണാമ സിദ്ധാന്തവാദികൾ ഇതിനെ ഈ തിയോളജിയൻസിന്റെ തലയിലേക്ക് പമ്പ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുവാൻ, അവരെ കൊണ്ട് സമ്മതിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കോളേജുകളിലും നമ്മുടെ സെമിനാരികളിലും ഇന്ന് ചിലപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് ഈ പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നതും ബൈബിളുമായി യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതുമായ കോളേജുകൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ തരുണത്തിൽ മറന്നു പോകരുത്. ഈ ദൈവശാസ്ത്രജ്ഞന്മാരുടെ പ്രേരണ മുഖാന്തരം മറ്റു ചില ദൈവശാസ്ത്രജ്ഞരും വേദ പഠനശാല അധ്യാപകരും പരിണാമ സിദ്ധാന്തത്തെ യഥാർത്ഥമായി വിശ്വസിച്ച് അംഗീകരിച്ചു. ഒരു തിയോളജിയൻ പറഞ്ഞ
അത് തിയോളജിയന്മാരെ തിയോളജിമാർ പറയുന്നത് പഠിച്ച് തിയോളജിയന്മാരാകുന്നവരാണ് നമ്മുടെ ഇന്നത്തെ കൂടുതലുള്ള തിയോളജിയന്മാർ. ഓക്കെ, കുറെ തിയോളജിമാരുടെ പേരുകൾ അവർക്കറിയാം. അവര് പറയുന്ന കാര്യങ്ങൾ പഠിച്ചത് അവർ കേട്ട് പഠിച്ചു, അല്ലെങ്കിൽ വായിച്ചു പഠിച്ചു, അല്ലെങ്കിൽ നോക്കി പഠിച്ചു, എങ്ങനെയോ അവർ കണ്ടു പഠിച്ചിട്ട് അവർ അതിനെ മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതായ ഒരു തിയോളജിക്കൽ സ്റ്റഡീസ് ആണ് ഇന്ന് അവിടെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഞാൻ അധികം യോജിക്കുന്നില്ല ബിബ്ലിക്കൽ. ഓക്കെ, യഥാർത്ഥമായി വിശ്വസിച്ച് അംഗീകരിച്ചു. സൃഷ്ടി വിവരത്തെ പ്രതിപാദിക്കുന്ന വേദപുസ്തക ഭാഗങ്ങളെ ത്യജിക്കേണ്ടതെന്നും കൂടി ചില ദൈവശാസ്ത്രന്മാർ പഠിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. നമ്മുടെ ജെനിസിസ് ചാപ്റ്റർ 1 and 2 അവിടെ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഇതും എന്ന് അവർ പഠിപ്പിക്കുവാൻ ഇടയാത്തീർന്നു. ഓക്കെ, ചില ദൈവദാസനം പഠിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ജർമ്മനിയിലെ വേദപഠനശാല സർക്കാരിനാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ചിന്തന്മാരെ ധാരാളമായി ഉത്പാദിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവവചനം പഠിക്കുവാനായി പോയ, ബൈബിള് പഠിക്കുവാനായി പോയ സ്റ്റൈഫൻഡ് കിട്ടും, കാശ് കിട്ടും, പോക്കറ്റ് മണി കിട്ടും എന്നുള്ള രീതിയിലേക്ക് ജർമ്മനിയിലുള്ള പഠനശാലകൾ വളരുവാനിടയായിരുന്നു. ആ സമയത്ത് അവിടേക്ക് പോകുന്നവർ, അവിടെ പഠിക്കുവാനായി പോകുന്നവർ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ പോയി പഠിക്കുവാനിടയായിരുന്നു. അങ്ങനെ ധാരാളം എന്താ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കൊണോട്ടേഷൻസ് ഉള്ള സ്റ്റഡീസ് ചെയ്യുമ്പോൾ ആൾക്കാരെല്ലാം അംഗീകരിക്കപ്പെടുമെന്ന് ചിലർ ചിന്തിച്ചിരുന്നു. നമ്മുടെ ബൈബിൾ സ്കൂളുകളിൽ പഠിച്ചിട്ട് വരുന്ന ചില ബൈബിൾ സ്കൂളുകൾ പഠിച്ചിട്ട് വരുന്ന ചിലരെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയാക്കി. അവർ വന്നിട്ട് ദൈവം ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് പല കാര്യങ്ങൾ അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്തോ വലിയ കാര്യങ്ങൾ പഠിച്ചു വന്നിരിക്കുന്നു എന്നൊരു ചിന്ത ചില വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ചിലർക്കുണ്ടാകും. അതിനെ മുതലെടുക്കുവാനായി ഇവർ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നും ഉള്ള കാര്യങ്ങൾ ഇല്ല എന്നും പഠിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. രക്ഷിക്കപ്പെട്ടവരാണോ, വേദപുസ്തക പഠനത്തിനായി സമർപ്പിക്കപ്പെട്ടവരാണോ, ആദിയായ അടിസ്ഥാന കാര്യങ്ങളിൽ പ്രാധാന്യം നൽകാതെ സർവകലാശാല ബിരുദങ്ങളാണ് സർക്കാർ കൂടുതൽ ഊന്നൽ നൽകിയത്. യാതൊരു സമർപ്പണവുമില്ലാത്ത ജർമ്മൻ വേദ പണ്ഡിതന്മാർക്ക് ഉയർത്തിക്കാട്ടാനായി ധാരാളം ബിരുദങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. ഇന്ന് നമുക്കറിയാം BTH, BD, MTH, PhD എന്നെല്ലാം പറയാം. പക്ഷെ ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇത് പഠിക്കരുത് എന്നല്ല, ഞാനും ഇത് പഠിക്കുന്ന ആൾക്കാരാണ്, ഞാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, MD വരെ പഠിച്ച ഒരാളാണ്. പഠിക്കുന്നത് നല്ലതാണ്, പക്ഷെ ക്രിസ്തു ഇല്ലാത്തൊരു പഠനം അത് നമ്മളെ ഒരു നാസ്തിക ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. ഓക്കെ, അങ്ങനെ കൂലിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും വേദപുസ്തകത്തിലുള്ള വിശ്വാസത്തെ നിഷേധിക്കുന്നവരുമായി അവർ രൂപാന്തരപ്പെട്ടു. സോ അവർക്ക് കൂടുതൽ അംഗീകാരം ഉണ്ടാവാൻ ഇടയായി തീർന്നു. അവർ പറയുന്നത് ആൾക്കാർ വളരെ ആകാംക്ഷയോട് നോക്കിക്കാണുവാൻ ഇടയാത്തുന്നു. അപ്പോൾ ഇതൊരു പ്രചോദനമായി അവർ കൂടുതൽ അതിലേക്ക് ആൾക്കാർ വരുവാൻ ഇടയായി തീർന്നു. വേദപുസ്തകത്തിലെ സത്യങ്ങളെ തകർക്കത്തക്ക നിലയിൽ ഒരു കാര്യപരിപാടി അവർ ക്രമീകരിച്ച് ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനങ്ങളെ തകർക്കുന്നതിന് അവർ ലക്ഷ്യമിടുകയും ചെയ്തു. സർക്കാരിന്റെ സാമ്പത്തിക സഹായം മൂലം അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഉതക്കത്തക്ക നിലയിൽ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നതിന് അവർക്ക് സാധിച്ചു. ഇതാണ് യഥാർത്ഥമായി ഉണ്ടായത്. ജർമ്മൻ നാസയന്മാർ ക്രിസ്ത്യാനികൾ സ്വയം അവകാശപ്പെടുന്നതാണ്, ക്രിസ്ത്യൻ പേരുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, തങ്ങളുടെ ദൈവശാസ്ത്രത്തിൽ അനേകരെ സ്വാധീനിച്ചത് ഇപ്രകാരമാണ്. എങ്കിലും വേദപുസ്തകത്തിനെതിരെ എഴുതുവാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല. ചിലർ എഴുതിയെങ്കിലും എല്ലാവരും അങ്ങനെ എഴുതുവാൻ ഇഷ്ടപ്പെട്ടില്ല. വേദപുസ്തകത്തിനോടൊപ്പം തങ്ങളുടെ വിശ്വാസത്തെയും യോജിപ്പിച്ചു കൊണ്ടുപോകുവാൻ പലരും താല്പര്യം പ്രകടിപ്പിച്ചു. പരിണാമ സിദ്ധാന്തത്തിന്റെ സ്വീകരണം മൂലം ദൈവശാസ്ത്ര നാസ്തികന്മാരുടെ മധ്യത്തിൽ ഇവർ ബഹുമാനിക്കപ്പെടുകയും, ഞാൻ പറഞ്ഞു, ഇവർക്ക് ഒത്തിരി ബഹുമാനം ഉണ്ടാകാനിടയായിരുന്നു. അതേസമയം സ്വയം സൃഷ്ടിപ്പിനെ സ്വീകരിച്ചതിനാൽ സുവിശേഷ വിഹിത ക്രിസ്ത്യാനിത്വത്തിനുള്ളിൽ നിലനിൽക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇതാണ് അവിടെ സംഭവിച്ച ബാക്കി.
അനുരഞ്ജനത്തിന്റെ ഒരു യുഗത്തിന് അങ്ങനെ തുടക്കം കുറിച്ചു. ഓക്കെ, കോംപ്രമൈസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കടന്നു വരുവാനായിരുന്നു. അവര് പറയുന്നത് ശരിയാണ്, ശാസ്ത്രവും ശരിയാണ്, ബൈബിളും ശരിയാണ് എന്നുള്ള ഒരു അനുരഞ്ജനം, എന്താ വെച്ചാൽ ഗോയിങ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്നുള്ള രീതിയിൽ ഒന്ന് ഒന്ന് താണു കൊടുക്കുന്ന ലെവലിലേക്ക് നമ്മുടെ തിയോളജിയൻസ്, നമ്മുടെ പഠിപ്പിയിലൊക്കെ കടന്നു വരികയായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അനുരഞ്ജനത്തിൽപ്പെട്ട വ്യാഖ്യാനം ഈ യുഗത്തിൽ സമ്പ്രദായമായി പരിണമിച്ചു. ഇതാണ് സംഭവിച്ചത്. ഈ ഒരു പരിണാമ സിദ്ധാന്തത്തെ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? ഉൽപ്പത്തി പുസ്തകത്തെ വ്യാഖ്യാനിക്കാനായി ശ്രമിച്ചു. ഇതാണ് സംഭവിച്ചത്. ഇത്തരം വ്യാഖ്യാനങ്ങളിൽ പലതും സ്കോൾഫീൽഡിൽ കൂടി ഭാഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്കോൾഫീൽഡ് ബൈബിളിനെ കുറിച്ച്. അതിൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടല്ല, ഓക്കെ, അവരതിനൊരു വ്യാഖ്യാനമായി കൊടുക്കുന്നു. എങ്കിലും അത് അതിനകത്ത് കടന്നു വന്നു, അല്ലെ? അത് അതിലേക്ക് കടന്നു വരുവേണ്ടിയെത്തുന്നു. അനുരഞ്ജനം എപ്പോഴും സത്യവുമായി നിരക്കുകയില്ല. കാരണം ചില അവസരങ്ങളിൽ സത്യത്തോട് വ്യാജം കൂട്ടിക്കലർത്തുന്നതിനാൽ സത്യത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലായി തീർന്നു. അങ്ങനെ സൃഷ്ടിയും പരിണാമവും തമ്മിലുള്ള സംയോജനം വേദപുസ്തക അടിസ്ഥാനത്തിൽ സത്യങ്ങളെ ക്രമേണ നശിപ്പിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഈ സംയോജനം, ഓക്കെ, കോംപ്രമൈസിങ്, ഈ അനുരഞ്ജനം എന്ത് ചെയ്തു? സൃഷ്ടിയെയും പരിണാമത്തെയും സംയോജിപ്പിച്ചത് കൊണ്ട് വേദപുസ്തക അടിസ്ഥാന സത്യങ്ങളെ ക്രമേണ നശിപ്പിക്കുന്നതായി തീർന്നു. തന്മൂലം നാസ്തികവാദികൾ, മാനവാരാധനവാദികൾ, പരിണാമ സിദ്ധാന്തക്കാർ, നിരീശ്വരവാദികൾ ആദ്യമായവർക്ക് ക്രിസ്ത്യാനിത്വത്തെ ആക്രമിക്കുവാനുള്ള ഒരു നിലം ഒരുക്കി കിട്ടി. ഇതാണ് 19ാം നൂറ്റാണ്ടിൽ അവസാനം വരെ സംഭവിച്ചതായ കാര്യം. ഇതാണ് ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ എന്താ ഒരു സ്ട്രോങ്, അതിപ്പോൾ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന ഇതായി മാറി. ദൈവത്തിനെതിരെ അല്ലെങ്കിൽ ബൈബിളിനെതിരെ നിൽക്കുന്ന വലിയൊരു സ്ട്രോങ് ഹോൾഡാണ് ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഇപ്പോഴും സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനെ കുറിച്ച് വാദിക്കുമ്പോൾ, അതിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് തർക്കിക്കുമ്പോൾ പല പൊതു ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ നിലനിൽക്കുന്നു. എങ്കിലും ശാസ്ത്രം ഇന്നും കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് ഈ പരിണാമം. കാരണം അവർക്ക് ബൈബിളിനെ അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. തന്മൂലം നാസ്യവാദികൾ, മാനവാരാധനവാദികൾ, പരിണാമ സിദ്ധാന്തക്കാർ, നിരീശ്വരവാദികൾ ആദ്യകാലത്ത് ക്രിസ്ത്യാനിത്വത്തെ ആക്രമിക്കാനുള്ള ഒരു നിലം ഒരുക്കി കിട്ടി. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെയും വേദപുസ്തക സൃഷ്ടി വിവരണത്തെ തുറന്നു സംവദിക്കുന്ന വേദപണ്ഡിതന്മാർ വിരളമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായല്ലോ? ഈ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയും ഇങ്ങനെ പരിണാമ സിദ്ധാന്തം, ഓക്കെ, 19ാം നൂറ്റാണ്ട് അവസാനം വരെ ഈ പരിണാമ സിദ്ധാന്തവും നമ്മുടെ ക്രിയേഷൻ സ്റ്റോറീസ് എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു പഠന രീതി അല്ലെങ്കിൽ ഒരു പഠിപ്പീരായി അല്ലെങ്കിൽ ഒരു തോട്ട്സായി ആൾക്കാർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായിരുന്നു. 20ാം നൂറ്റാണ്ടിൽ ആദ്യ പകുതി വരെയും വേദപുസ്തക സൃഷ്ടി വിവരണത്തെ തുറന്ന് സംവദിക്കുന്ന പണ്ഡിതന്മാർ വിരളമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാരതീയ ദൈവശാസ്ത്രം കൂടുതലും പാശ്ചാത്യ ദൈവശാസ്ത്രത്തിന്റെ ഒരു പകർപ്പായിരുന്നതിനാൽ വേദപുസ്തക സൃഷ്ടി വിവരണത്തെ പ്രതിനിധീകരിക്കുന്നതിൽ നിന്ന് ഭാരതീയ ദൈവശാസ്ത്രജ്ഞരും മാറി നിന്നു. നമ്മുടെ ഇന്ത്യൻ തിയോളജിയൻസും ഫോളോ ചെയ്യുന്നത് വെസ്റ്റേൺ തിയോളജിയാണ്. അവിടെ നിന്ന് എന്തോ വരുന്നോ അതങ്ങ് ജസ്റ്റ് ടേക്ക് ഇറ്റ്. അതായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. വേദപുസ്തക വിവരണത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇക്കാലയളവിൽ ആദ്യമായി എഴുന്നേറ്റ് അമേരിക്കയിലെ ശബത്ത് സഭക്കാരാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പകുതി വരെ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെയും ഇത് നിലനിന്നിരുന്നു. എങ്കിലും ഇന്ത്യക്കാരും അതിനോ ആരും കൈയെടുത്തില്ല. അവരും വെസ്റ്റേൺസിന്റെ അവരെന്ത് പറയുന്നു അതുപോലെ മക്കപ്പ് ചെയ്യാനായി ചെയ്തവരാണ് നമ്മുടെ ഇന്ത്യൻ തിയോളജിയൻസ്. എന്നാൽ എവിടെ നിന്ന്? അമേരിക്കയിലെ ശബത്ത് സഭക്കാർ ആണ് ആദ്യമായിട്ട് ഇതിനെതിരെ ഒരു വലിയൊരു വിപ്ലവകരമായ രീതിയിലുള്ള ഒരു ചുവടുവെപ്പ്
അവർ വെച്ചത്. അമേരിക്കയിലെ ചില യാഥാസ്ഥിക സഭയിലെ വിശ്വാസികളും ഉറച്ച ഒരു നിലപാടെടുക്കുവാനായി ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശാബ്ദത്തിനുള്ളിൽ ദ ഫണ്ടമെന്റൽസ് എന്ന പേരിൽ 12 വാള്യങ്ങൾ പ്രസിദ്ധീകരിച്ചു. പ്രസ്തുത ഗ്രന്ഥത്തിലെ വസ്തുതകളോട് എണ്ണത്തിൽ കുറഞ്ഞ വേദപണ്ഡിതന്മാർ മാത്രമേ താതാത്മ്യം കാണിച്ചുവെങ്കിലും അവരുടെ സ്വാധീനത മൂലം വേദപുസ്തകത്തിനുള്ള താല്പര്യം അനേകരുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടുവാനിടയായിരുന്നു. ഈ ദ ഫണ്ടമെന്റൽ എന്ന് പറയുന്ന ഒരു 12 വോളിയം അടങ്ങുന്ന വലിയൊരു ബുക്ക് ആ നാളുകളിൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശാബ്ദത്തിൽ പ്രസിദ്ധീകരിക്കാനിടയായിരുന്നു അമേരിക്കയിൽ. അതിൽ എന്തെല്ലാമാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ്, എന്തെല്ലാമാണ് അതിനകത്ത് ക്രിയേഷനെ കുറിച്ച് പറയുന്നുണ്ട്, അതിനകത്ത് രക്ഷയെ കുറിച്ച് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു പഠനമായിരുന്നു ഈ ദ ഫണ്ടമെന്റൽ എന്ന് പറയുന്ന ആ ബുക്ക്. അതെല്ലാവരും ഒന്നും അംഗീകരിച്ചില്ല, കുറച്ചുപേര് അത് അംഗീകരിക്കാനിടയാത്തത്. അത് അംഗീകരിച്ചവർ ഈ അംഗീകരിച്ചവർ മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയുവാനോ അത് പഠിപ്പിക്കുവാനോ ഇടയാക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഫണ്ടമെന്റൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടീച്ചിങ് അനേകം ആൾക്കാരുടെ ഹൃദയങ്ങളിൽ എത്തുവാൻ അല്ലെങ്കിൽ അനേകം ആൾക്കാർക്ക് അത് വിശ്വസിക്കുവാൻ ഇടയായിത്തീർന്നു. സത്യത്തെ ആകെ നശിപ്പിക്കുവാൻ കഴിവുള്ള വിഷത്തിന് സമാനമായ ഒന്നാണ് അനുരഞ്ജനമെന്ന് 50കളിൽ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി കാലഘട്ടമായപ്പോഴേക്കും ആൾക്കാർക്ക് മനസ്സിലായി ഈ അനുരഞ്ജനം, കോംപ്രമൈസിംഗ് തിയോളജി അതൊരു വിഷമാണ്. എന്തിന്? നമ്മുടെ സത്യത്തെ നശിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിഷമായിട്ടാണ് അതിനെ അവർ കണ്ടത്. അമേരിക്കയിലെ യാഥാസ്ഥിക വിശ്വാസികൾ മനസ്സിലാക്കുവാൻ തുടങ്ങി അത് വിഷമാണ് എന്ന്. അവരിൽ ചിലർ മുന്നോട്ട് വരികയും വേദപുസ്തകത്തിന്റെ ശാസ്ത്രീയ വിശ്വാസതയെ ഉയർത്തിക്കാട്ടി അനേക ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു. ന്യായവാദ ശാസ്ത്രത്തിനും സൃഷ്ടിവാദത്തിനും കാണുന്ന ആധുനിക താല്പര്യം അപ്രകാരമാണ് ജനിപ്പിക്കപ്പെട്ടത്. അന്ന് ഈ 1950 കാലഘട്ടങ്ങളിൽ അനേകം പേർ വേദപുസ്തകത്തിന്റെ ശാസ്ത്രീയ വിശ്വാസത ഉയർത്തിക്കാട്ടുവാൻ വേണ്ടി അനേക ലേഖനങ്ങൾ എഴുതുവാൻ ഇടയായിട്ടുണ്ട്. അത് ന്യായവാദ ശാസ്ത്രത്തെയും സൃഷ്ടിവാദത്തെയും കാണുന്ന ആധുനിക താല്പര്യം ഈ ജനങ്ങളിൽ പ്രകടിപ്പിക്കുവാൻ അല്ലെങ്കിൽ അത് ജനിപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യമെത്തിയപ്പോഴേക്കും അവസാനത്തിൽ വന്നപ്പോഴേക്കും ഈ പുനരുജ്ജീവനം ലോകമാകെ വ്യാപിച്ചു. ഈ പഠനം ഇതിനെതിരെ, ഈ പരിണാമസിദ്ധാന്തത്തിനെതിരെയുള്ള ആർഗ്യുമെന്റുകള്, ന്യായവാദ ശാസ്ത്രങ്ങള്, അതിനെതിരെയുള്ള തിയറീസ്, അതിനെതിരെയുള്ള ശാസ്ത്രീയമായ ചിന്തകളെല്ലാം 20-ാം നൂറ്റാണ്ട് അവസാനത്തിലേക്ക് ലോകമെമ്പാടുമായി പരിണയായിത്തീർന്നു. ന്യായവാദ ശാസ്ത്രത്തിന്റെ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന 150-ൽ പരം സംഘടനകൾ ഇന്ന് നിലവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ വളരെ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ന്യായവാദ ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന അനേകം ഓർഗനൈസേഷൻ ലോകത്തിലെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പോളജറ്റിക്സ് എന്ന രീതിയിൽ നമുക്കറിയാം, പലരെ കുറിച്ച് നമ്മൾ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്നതാണ്. അവരുടെ സ്വാധീനത മൂലം അനേകം വേദപുസ്തക പഠനശാലകളിൽ വേദപുസ്തകത്തിന്റെ ചരിത്ര ശാസ്ത്രീയ വിശ്വാസത്തെ പ്രത്യേകമായി പഠിപ്പിച്ചു വരുന്നു. ഈവൻ എക്സ്കവേഷൻസ് നടത്തുന്നുണ്ട് ആൾക്കാർ. ജിയോളജിക്കൽ സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ബിബ്ലിക്കൽ ജോഗ്രഫിയെ കുറിച്ച് അവർ പഠിക്കുന്നുണ്ട്. ഈ ലെവലിലെല്ലാം ന്യായവാദ ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നതിനും അത് മറ്റുള്ളവരിൽ എത്തിക്കുന്നതിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അനേകം പേരെ ഈ സമയം നമ്മൾ ഓർക്കണം. അവരെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ സൃഷ്ടിവാദം ഭാരതത്തിൽ എങ്ങനെയാണ്, ഇന്ത്യയിൽ സൃഷ്ടിവാദത്തെ കുറിച്ച് 5-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.